സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട അതിശക്തമായ മഴ തുടരുകയാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചത്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് മഴ. ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റ് വീശാനും സാധ്യതയുണ്ട്. സനിസ ശോഭാചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സനിസ, മഴ തുടരുമെന്ന കാലാവസ്ഥാ പ്രവചനങ്ങൾ തന്നെയാണ്. പലയിടങ്ങളിലും രാത്രിയൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്ന് എവിടേക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു? സനിസ, ജിൽസി, കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇത്തരത്തിൽ മഴ വരുന്ന ഒരാഴ്ച നിലനിൽക്കുമെന്ന പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്ന് 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഈ ശക്തമായി തന്നെ മഴ തുടരാൻ കാരണം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അതിശക്തമായ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ്. വരുന്ന ദിവസങ്ങളിലും നാളെ മുതൽ ഇടത്തരം നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. ഈ ന്യൂനമർദ്ദം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അലർട്ടുകൾ എപ്പോൾ വേണമെങ്കിലും മാറാനുമുള്ള ഒരു സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ ഈ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും അതുപോലെ തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലുള്ളവരൊക്കെ അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടുള്ള മഴയായതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ അളവിൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. മലയോര മേഖലയിലുള്ളവരാണ് ഏറ്റവും കൂടുതലായിട്ട് ജാഗ്രത പുലർത്താൻ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ മഴ കനത്ത ഒരു സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനുള്ള കഴിഞ്ഞ ദിവസമൊക്കെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ അതിനുമുള്ള ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നദികളിലും ഡാമുകളിലും ഒക്കെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ അരികിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണം. ഏതെങ്കിലും അപകടകരമായ സാഹചര്യം ഉണ്ടെങ്കിൽ അടുത്തുള്ള കേന്ദ്രങ്ങളിലേക്കൊക്കെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറണം. കൂടാതെ തന്നെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുന്ന സാഹചര്യം കൂടിയാണ്.